ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് നമ്മൾ അതായത് ഗൂഗിൾ ടി വി, സ്മാർട്ട് ടി വി കാര്യങ്ങളെല്ലാം നമ്മൾ വീട്ടിൽ സെറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്കതിൻ്റെ വയറുകൾ കാര്യങ്ങളൊന്നും കാണാത്ത രീതിയിൽ സ്റ്റാൻഡോ കാര്യങ്ങളൊന്നും കൊടുക്കാത്ത രീതിയിൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് എങ്ങനെ ചെയ്യാമെന്ന ഡീറ്റെയിൽസാണ് വീഡിയോ ചെയ്തിരിക്കുന്നത്. നമ്മൾ ഒരുപാട് വീഡിയോ ചെയ്തിട്ടുണ്ടെങ്കിലും കുറച്ചുകൂടി വ്യക്തമായിട്ട് ചെയ്യാവുന്ന രീതിയിൽ അതിൻ്റെ കറക്റ്റ് മെഷർമെൻറ്റ് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടാണ് നമ്മുടെ വീഡിയോയിൽ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ കാണുന്ന പോലെ ഉണ്ട്, ഏറ്റവും താഴെ കൊടുത്തിരിക്കുന്നത് ഒരു 8 മോഡ്യൂളിൻ്റെ പ്ലേറ്റ് സ്വിച്ച് ബോക്സ് ആണ് കൊടുത്തിരിക്കുന്നത്. 8 മോഡ്യൂൾ എന്ന് വെച്ചാൽ ഒരു 4 പ്ലഗ് സോക്കറ്റ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് നേരെ കണ്ടോ, ഈ കാണുന്ന ഒരു പൈപ്പ് കൂടി കാണാൻ സാധിക്കും. അതിൻ്റെ മുകളിൽ നിന്നും താഴേക്ക് 50 സെൻറ്റിമീറ്റർ ഹൈറ്റിലാണ് കൊടുത്തിരിക്കുന്നത്. ഈ 50 സെൻറ്റിമീറ്റർ ഹൈറ്റിലാണ് നമ്മൾ താഴത്തെ കബോർഡ് സിസ്റ്റം വരുന്നത്. പിന്നെ ഏറ്റവും മുകളിലായിട്ട് 120 സെൻറ്റിമീറ്റർ ഹൈറ്റിലാണ് നമ്മൾ ഒരു സ്വിച്ച് ബോർഡ് കൂടി കൊടുത്തിരിക്കുന്നത്, ഒരു ബോക്സ് കൂടി കൊടുത്തിരിക്കുന്നത്. അവിടെയാണ് നമ്മുടെ ടി വിയുടെ ബാക്ക് സൈഡ് ഒരു പ്ലഗ് സോക്കറ്റ് വരുന്നത്. അതിൻ്റെ തൊട്ട് താഴെ നമുക്ക് ഈ പറഞ്ഞ പൈപ്പ് നമുക്ക് കൊണ്ടുവന്ന് നിർത്തിയാൽ മതി. അപ്പോൾ ഇത് രണ്ടും തമ്മിൽ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കേണ്ടത്രേ ഉള്ളൂ, നമ്മുടെ പൈപ്പിൻ്റെ മുകളിലായിരിക്കണം, നമ്മുടെ ഈ ലെവലിലായിരിക്കണം നമ്മുടെ ടേബിളിൻ്റെ ഏറ്റവും ടോപ്പ് വരേണ്ടത്. കാരണം വേറൊന്നുമില്ല, നമ്മുടെ വയറുകൾ കാര്യങ്ങളൊന്നും കാണാത്ത രീതിയിൽ മുകളിൽ നിന്നുള്ള വയറും HDMI കേബിൾ, അതുപോലെ തന്നെ എന്തെങ്കിലും കേബിളുകളോ കാര്യങ്ങളെല്ലാം തന്നെ, പിന്നെ അതുപോലെ പ്ലഗ് സോക്കറ്റിലെ കേബിളുകൾ താഴെ കൊടുക്കണമെങ്കിൽ അങ്ങനെ നേരെ താഴേക്ക് ഈ പൈപ്പിലൂടെ നേരെ താഴേക്ക് ഇട്ട് കഴിഞ്ഞാൽ നേരെ ഈ പറയുന്ന പ്രൊജക്ഷൻ ലെൻസ് ഈ ഏരിയയിലൊന്നും കാണാത്ത രീതിയിൽ നേരെ കബോർഡിൻ്റെ അകത്ത് വരും. ഇവിടെ എന്തായാലും നമ്മളൊരു കബോർഡ് ചെറുതായിട്ട് ചെയ്യും, അതിൻ്റെ ഉള്ളിൽ നിൽക്കാവുന്ന രീതിയിലാണ് പ്ലഗ് സോക്കറ്റ്, അതുപോലെ തന്നെ കംപ്ലീറ്റ് വയറുകളെല്ലാം അവിടെ കിട്ടുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. ഈ ഏരിയയിലാണ് വരേണ്ടത്. പിന്നെ നിങ്ങൾ നോക്കി അറിയാൻ പറ്റും, വൈഫൈയുടെ കണക്ഷന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ഒരു പൈപ്പ് ഉണ്ട്, ഇപ്പുറത്തെ ഒരു പൈപ്പ് കാണാൻ, അത് നേരെ വൈഫൈ ഒപ്റ്റിക് ഫൈബറിന് വരാൻ വേണ്ടിയിട്ടുള്ള പൈപ്പാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ നമ്മളിവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നേരെ താഴെ കബോർഡ് സിസ്റ്റം ചെയ്തതിന് ശേഷം ഒരു പൈപ്പ് കൂടി കണ്ടാവും, ഒരു 2 ഇഞ്ച് പൈപ്പ് നമ്മൾ കൊടുത്തിരിക്കുന്നതാണ് സാധിക്കും. അത് രണ്ടും 245 ഇട്ടിട്ടാണ് ചെയ്തിരിക്കുന്നത്. സാധാരണ നമ്മൾ ഇമെൻ്റാണ് ചെയ്യുന്നത്, ഇത് 45 ആണ് ചെയ്തിരിക്കുന്നത്. പിന്നെ നമ്മൾ മൊത്തം കൺട്രോളിങ് കാര്യങ്ങൾ കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു 4 മോഡ്യൂളിൻ്റെ ബോക്സ് കൂടെ കൊടുത്തു. അത് വേറെ ഒന്നുമില്ല, ഒരു DP സ്വിച്ചാണ് കൊടുക്കുന്നത്, പ്ലസും മൈനസും, അതായത് ഫേസും ന്യൂട്രലും കട്ടാവുന്ന രീതിയിൽ, മൊത്തം ഫേസും ന്യൂട്രലും കട്ടാവുന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. അത് നമുക്ക് കൺട്രോൾ ചെയ്യുന്നത് ഇവിടെ വരുന്ന പ്ലഗുകൾക്കും മുകളിലെ പ്ലഗുകളും ഒറ്റ സ്വിച്ചിലാണ് കണക്ട് ചെയ്യുന്നത്. അപ്പോൾ TVയുടെ യൂണിറ്റ് ഒന്നിച്ച് ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഇനി വേണമെങ്കിൽ വൈഫൈയുടെ കണക്ഷന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് വേണമെങ്കിൽ വൈഫൈക്ക് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ഒരു പ്ലഗ് ഇതിലൂടെ മാറ്റി കൊടുത്തു കഴിഞ്ഞാൽ വൈഫൈ ഫുൾ ടൈം ഓൺ ആക്കി ഇടുന്നതിന് വേണ്ടിയിട്ട് അങ്ങനെയും ചെയ്യാം. ഇത് നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം. അപ്പോൾ നമ്മൾ കൊടുക്കുകയാണെങ്കിൽ TV യൂണിറ്റ് എപ്പോഴും കൊടുക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലത് ഒരു DP സ്വിച്ച് വെച്ച് കൊടുക്കുന്നതാണ്. 32 ഓംസിൻ്റെ DP സ്വിച്ച് വെച്ച് കൺട്രോൾ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം വേറൊന്നുമില്ല, എന്തെങ്കിലും ഇടിവെട്ടോ കാര്യങ്ങൾ വരുന്ന സമയത്ത് നമുക്ക് ഒരു 90% പ്രൊട്ടക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. കാരണം കൂടുതൽ നമുക്ക് ന്യൂട്രൽ വഴിയാണ് ഇടിവെണ്ണൽ കാര്യങ്ങൾ കൂടുതൽ കിട്ടാറ്. സ്വിച്ച് ഓഫ് ചെയ്യുമ്പോൾ 1 വേ സ്വിച്ച് ആണെങ്കിൽ നമുക്ക് 1 വേ സ്വിച്ച് ഓഫ് ചെയ്തുമ്പോൾ അതിൻ്റെ ഫേസ് മാത്രമേ കട്ടാവുന്നുള്ളൂ. ന്യൂട്രൽ കണക്റ്റഡായിട്ട് TV യൂണിറ്റ് കംപ്ലീറ്റ് കണക്റ്റഡായിട്ട് കിടക്കും. അപ്പോൾ നമ്മൾ DP സ്വിച്ച് കൊടുത്തു കഴിഞ്ഞാൽ ന്യൂട്രും ഫേസും കട്ടായി കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ ഒരു 90% സേഫ്റ്റി എന്ന രീതിയിലായി ഓക്കെ ആക്കി എടുക്കാൻ പറ്റും. നമ്മുടെ TVയുടെ ഏരിയകളിൽ വരുന്ന കംപ്ലീറ്റ് എക്യുപ്മെൻറ്റ്സും നമുക്ക് സേഫ്റ്റി ചെയ്യാൻ പറ്റും. പിന്നെ എർത്തിലൂടെ വരുന്നത് നമുക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ നമുക്കൊരു 90% സക്സസ് ആയിട്ട് നമുക്കൊരു DP സ്വിച്ച് കൊടുത്തു കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് തന്നെ നമ്മുടെ TV യൂണിറ്റ് ഓക്കെ ആക്കി എടുക്കാൻ പറ്റും. അപ്പോൾ അത് കൂടാതെ തന്നെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ 50 സെൻറ്റിമീറ്ററിൻ്റെ ഒരു ടേബിൾ കൊടുക്കുമ്പോൾ അതിൻ്റെ ഉള്ളിലായിരിക്കണം ഈ പറയുന്ന കംപ്ലീറ്റ് പൈപ്പുകളും വരേണ്ടത്. എന്നാൽ മാത്രമേ നമുക്ക് ഈ പൈപ്പ് ഇട്ടുകൊണ്ട് ഗുണമുള്ളൂ. നമ്മളിവിടെ കൊടുത്തിരിക്കുന്ന 45 ആണ് കൊടുത്തിരിക്കുന്നത്. 45 ബെൻഡ് മാറ്റി 45 കൊടുത്തു. അപ്പോൾ അതുകൊണ്ട് വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് ഈ വയറുകളാണെങ്കിൽ അതിലൂടെ പൈപ്പിലൂടെ താഴേക്ക് ഇറക്കി കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മടിക്കരുത്, ഷെയർ ചെയ്യാൻ മടിക്കരുത്, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. എന്നാൽ മാത്രമേ നമുക്ക് ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസ് ചെയ്യാനുള്ളൊരു മോട്ടിവേഷൻ ലഭിക്കുള്ളൂ. തീർച്ചയായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കാം. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.